ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചൊവ്വാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയണത്. അപ്പോൾ ചൊവ്വാഴ്ച ഇപ്പോൾ വീണ്ടും നോയമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ചൊവ്വാഴ്ച ഒരു 9 ചൊവ്വാഴ്ച നമ്മൾ നോയമ്പെടുത്ത് മെഴുകുതിരി കത്തിച്ച് നൊവേന ചൊല്ലി നിൽക്കുമ്പോൾ 9ാമത്തെ ആഴ്ച നമുക്ക് അതിൻ്റെ ഫലം കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവമാണ്. ഡിംപിളും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ആ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന കുറേ കുട്ടികൾക്കും ഇതിൻ്റെ അനുഗ്രഹം, ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വിശ്വാസമാണെങ്കിൽ നിങ്ങളത് തുടരുക കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പടി രാവിലെ എണീറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ രാത്രി കിടക്കുന്നത് വരെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല എന്ന്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അപ്പനും മക്കളും കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ തോമും എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മുകളിൽ കയറുക, ഡ്രസ്സ് മാറുക, പോവുക, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന സാധനങ്ങൾ, സൺഡേ വാങ്ങിയ സാധനങ്ങളൊന്നും അധികം പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ വന്ന് നേരൊക്കെ എടുക്കുക ചെയ്തേ. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്ന എന്താ പറയുക, കുപ്പികളിലാക്കി വെക്കണം. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വാങ്ങിക്കണത് 1-2 പ്രാവശ്യം ബോട്ടിൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ റീഫിൽ പാക്കറ്റ് വാങ്ങിക്കുക. അപ്പോൾ വെറുതെ ബോട്ടലിൻ്റെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിപ്പോൾ ഫുൾ ഓഫറായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഞായറാഴ്ച വാങ്ങിയ സംഭവം. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് പുട്ടും പഴമായിരുന്നു ഇന്ന്. പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ വകയാണ് പുട്ടും പഴം. രാവിലെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ഡിവൈൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളെ യാത്രയാക്കാനുള്ള തിരക്കിൽ അവർ 2 പേരും കുട്ടികൾക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഞാനുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സൺഡേ അങ്ങനെ തന്നെ കുട്ടികൾ കിട്ടിയ ബോക്സിലാക്കി വെച്ചേക്കായിരുന്നു. പിന്നെ നെഗറ്റ്സും പിന്നെ നമ്മളുടെ കോണും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒന്നും ഒതുക്കി വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാണ്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് എല്ലാതും എന്താ പറയുക, ഒരു ദിവസം കൊണ്ട് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുക. കാരണം അവർക്ക് അത്രയും പണികൾ 2 ആളും കൂടി വലിച്ചെത്തിക്കുക ചെയ്ത്. മറ്റേത് ഞാനിടയിൽ നിന്ന് ഞാൻ ഒതുക്കി ഫ്രിഡ്ജിൽ കയറ്റാറ് പതിവ്. അപ്പോൾ സൺഡേ എനിക്ക് ഒന്നിനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നാളെ, അതായത് ബുധനാഴ്ച ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ തുടങ്ങി വെച്ചെങ്കിലും മുഴിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ ഞാൻ മഴ ഒന്ന് പെയ്യാൻ കാത്തു നിൽക്കുകയാണ്, എൻ്റെ ചെടികളൊക്കെ ഒന്ന് രണ്ടാമത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഒരു മോള്, ഇവലിൻ എന്ന് പറഞ്ഞ മോള് എനിക്ക് ചെയ്ത് തന്നതാണ് കേട്ടോ. ചെയ്ത് തന്ന് കൊറിയർ ചെയ്തതാണ്. അപ്പോൾ ഹാളിലേക്ക് എനിക്ക് തോന്നുന്നു വൈറ്റിൽ ബ്ലാക്കും വെക്കാം, കിച്ചണിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വൈറ്റിൽ റെഡും വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സാധാരണ എൻ്റെ ചേച്ചി അക്കയാണ് ഇതൊക്കെ ചെയ്തു തരാറ്. അപ്പോൾ ചേച്ചിക്ക് വയ്യാത്ത കാരണം ഞാൻ നിർബന്ധിക്കാറുമില്ല. തന്നതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ പോയി. അപ്പോൾ ചേച്ചി എന്നോട് ചെയ്തു തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു അധ്വാനം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ആ കുട്ടി ഇങ്ങനെ ചെയ്യണുണ്ടപ്പോൾ ആൻറ്റിക്ക് ഞാൻ ചെയ്തയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്ത് തന്ന സംഭവങ്ങളാണിത്. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ കൊറിയർ വന്നപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിക്കാം, ഒന്ന് റാപ്പ് ചെയ്യാമെന്നുള്ളൂ. അത് വെറുതെ വെച്ചിട്ടുള്ള പീസാണ്. അതില്ലെങ്കിലും ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവലെന്നെ ഒരു പ്രത്യേകം താങ്ക്സ് ആണ്. അപ്പോൾ നമുക്കിത് മഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങളുണ്ട് മഴ പെയ്തിട്ട് കാത്തു നിൽക്കുക. ഇവിടെ കുട്ടികളെന്നെ കളിയാക്കും, മമ്മി എല്ലാതും മഴ പെയ്യാൻ കാത്തു നിൽക്കാമെന്ന്. കാരണം ഈ ഉഷ്ണകാലത്ത് നമുക്ക് ഒരു പണിയെടുക്കാൻ പറ്റില്ല. അതേസമയം ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അന്തരീക്ഷം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ എന്തെടുത്താലും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ശരിക്കും എനിക്ക് ചൂടിങ്ങനെ കൂടുമ്പോഴാണ് എനിക്ക് ഒട്ടും പറ്റാത്തത്. അങ്ങനെയാണ് ശരിക്കും എനിക്ക് ക്ഷീണം വരുന്നതെന്ന് എനിക്ക് തന്നെ നമ്മൾ ഇങ്ങനെ നമ്മളെ വിലയിരുത്തല്ലോ. അപ്പോൾ അങ്ങനെ തോന്നിയതാണ്. കാരണം അത്രയും ചൂടായിരുന്നു, എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല കോട്ടൺ നൈറ്റികളാണ് ഇടുന്നത്, വലിയ നൈറ്റികൾ ഇടണമെങ്കിൽ പോലും നമുക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാച്ചുവിനുള്ള പാൻ കേക്കാണ് ഡിംപിൾ ചെയ്യുന്നുണ്ടായിരുന്നത് ഇന്ന്. അപ്പോൾ ഒക്കെ ഹോം മെയ്ഡ് സാധനങ്ങളാണ് കൊടുത്തയക്കാറ് കേട്ടോ. പിന്നെ മറ്റേ പൊട്ടാറ്റോസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും മാത്രം വാങ്ങിയിട്ട് അതും ഉണ്ടാക്കാറാണ് പതിവ്. ഇപ്പോൾ പിന്നെ കുട്ടികളെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വാങ്ങിക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ കേട്ടോ. അങ്ങനെ പാച്ചു പോയി. ഫസ്റ്റ് തോമും അപ്പയും പോയത്. ആ സമയത്ത് ഞാനിവിടെ കാര്യമായിട്ട് എന്തോ ഒരു പണിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഓർണമെൻറ്റ്സ് ഒതുക്കുന്ന പണിയിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടാണ് തോമും പാച്ചും അപ്പാപ്പനും കൂടി പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ട്രിപ്പുകാരും പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് 2 ടീമും പോയത് കേട്ടോ. ഞാൻ അങ്ങനെ ഇപ്പോൾ പറയാം. പിന്നെ
ഡാഡി ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതോടുകൂടി കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ തിരിച്ച് വരികയാണ് ഇപ്പോൾ ചെയ്യണത്. അങ്ങനെ ദേ പാച്ചുവിനെ പ്രസവിച്ചിട്ട് എനിക്ക് തോന്നുന്നു 90 കഴിഞ്ഞപ്പോൾ ഇട്ടിട്ടുള്ളതാണ് ഈ തള. അവൻ്റെ തള ഇങ്ങനെ പാദസരം പോലെ ഇങ്ങനെ വിളക്കിയിട്ടുള്ള തളർന്നെടുക്കുന്ന ഒരു പാറ്റേണാണ് ഇത്. ഇന്ന് കാലത്ത് അത് കാലുമെന്ന് വെട്ടിയെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഓർണമെൻറ്റ്സ് ഊരി വെക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് ആ ഒരു നിയമം ലംഘിക്കില്ല. പിന്നെ പൂളിലൊക്കെയുള്ള കാരണം അത് പോയി കഴിഞ്ഞാൽ അത് റിസ്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഊരിയും വെട്ടിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു കുട്ടികൾ ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറ്റാവുന്ന പോലെ ഫ്രിഡ്ജൊന്ന് ഒതുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിവൈൻ മോർണിംഗ് കൊണ്ട് മുകളിലേക്ക് പോയി ഡിംപിള് അടുക്കളയിലത്തെ കിച്ചണിലത്തെ ഇന്ന് പച്ചക്കറിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി നിന്നു. ഞാൻ പതുക്കെ ഡാഡീൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്നു. എത്രത്തോളം ഒതുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു കള്ളിയെ ഒതുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം കൊണ്ടുവന്ന വേപ്പില ഇപ്രാവശ്യം കൊണ്ടുവന്നത് കൊള്ളാം. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നത് ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ, നിറച്ച് കറുത്ത കുത്തുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ലോണം കഴുകി പറ്റിയെങ്കിൽ അത് ഉണക്കി പൊടിച്ച് വെക്കണം, അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ കളയുള്ളൂ. കാരണം എനിക്ക് ഒട്ടും തൃപ്തിയായില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല വേപ്പിലയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചീരയാണ്. ഇന്നലെ ചീര ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി ചീര വെച്ചതാണ്. 2 കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കെട്ട് വെച്ചിട്ട് ഒരു കെട്ട് അരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചതാണ്. അതുപോലെ ഇഞ്ചി ഞാനിങ്ങനെ അധികം വാങ്ങിയത് താഴെ വെച്ചിട്ട് 2-3 പീസുകളാണ് മുകളിലേക്ക് ബോക്സിലാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇതൊക്കെ ബോക്സുകളിലാക്കി. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പാച്ച് വലിച്ചിടുന്ന കാരണം ബോക്സുകൾ ഞാനൊരു പെട്ടിയിലാക്കി മാറ്റി വയ്ക്കുക ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്കേ അറിയുള്ളൂ അത് എവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മുടെ ബാത്റൂം സ്റ്റോർ റൂമാക്കി മാറ്റിയൊക്കെയാണ് ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പല പാത്രങ്ങളിലാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജ് ഇങ്ങനെ ഒതുക്കി വന്നപ്പോഴാണ് മുട്ടയുണ്ട്, പിന്നെ നമ്മുടെ ഉണക്കിയ സവോള എപ്പോഴും ഞാൻ ഒരു ബോക്സ് പുറത്ത് വയ്ക്കും, ബാക്കിയൊക്കെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പച്ചക്കറികൾ കുട്ടികൾ ഇന്നലെ ഇട്ട് വെച്ചതാണ്. മുരിങ്ങക്കായ, വെണ്ടക്കായ, കായ. അപ്പോൾ ഇന്ന് സാമ്പാർ വെക്കാനായിട്ട് അതിൽ നിന്ന് 2-3 കഷ്ണമൊക്കെ എടുത്തു തോന്നുന്നുണ്ട്. അതൊക്കെ ഡിംപിളാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ഷീറ്റ് ഒന്ന് എടുത്ത് വാഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ചൂട് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്യട്ടെ, മഴ പെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് ഉണങ്ങിയില്ലെങ്കിലും ഇത് ഹാങ്ങറുമിട്ട് ക്ലിപ്പിട്ടാൽ നേരത്തോട് നേരാകുമ്പോഴേക്കും അത് വെള്ളം പൊക്കോളും. അപ്പോൾ ഞാൻ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ദേ ചെറുനാരങ്ങ നിറച്ച് കൊണ്ടുവന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മിൻറ്റ് ലൈം എപ്പോഴും അടിക്കും, പക്ഷേ ഇന്ന് തൊട്ട് ദേ ഒരു ചെറിയൊരു തണവ് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെറുനാരങ്ങയൊക്കെ എടുത്ത് അച്ചാറിടേണ്ടി വരും. അപ്പം ഞാൻ ദേ നോക്കിയപ്പോഴാണ് ഒരു 3-4 പാക്കറ്റ് ബ്രെഡ് 1-2 ഒക്കെ ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഒഴിഞ്ഞ പുതിയത് അവിടെ വെച്ചിട്ട് പഴയതിലത്തെ ഈ മൂടും നമ്മളങ്ങനെയല്ലേ പറയുക അതും വേസ്റ്റ് പീസുകളും ഒക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ കുൽഫി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുൽഫിയിലേക്ക് ഇത് യൂസ് ചെയ്യാം, പിന്നെ ബ്രെഡ് പുഡിങ്ങിലേക്ക് ഇത് യൂസ് ചെയ്യാം, പിന്നെ ബ്രെഡ് മസാലയിലേക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ പീസുകളൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം. വെറുതെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. ബ്രെഡ് പുഡിംഗ് ഉണ്ട്, കുൽഫി ഉണ്ട്, മറ്റേ ഉപ്പുമാവുണ്ട്, പല ടൈപ്പ് സാധനങ്ങൾ ഈ ബ്രെഡ് കൊണ്ട് യൂസ് ചെയ്യും. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ ഒന്ന് മറ്റേ എന്താ പറയുക ചോപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല ക്രഷ് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ടല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചതെന്ന് വെച്ചാൽ മറ്റേ പച്ചക്കറികളുടെ ഇതിൻ്റെ സെക്ഷനിലേക്ക് ആ ബ്രെഡും കൂടി അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴാണ് ഇത് ഒതുക്കി വന്നപ്പോൾ വേറെയും ഒരു 4-5 പീസ് ബ്രെഡ്. അപ്പോൾ ഞാനത് പൊട്ടിക്കാൻ നിന്നില്ല. അതിലൊരു 5-6 പീസ് ഉണ്ട്. അപ്പോൾ ഞാനത് അവിടെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയുടെ പ്ലേറ്റ് പാത്രം അപ്പോൾ ഒഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒതുക്കുമ്പോൾ ഇങ്ങനെയാണ്, ഒരു ഭാഗം ഒഴിയുമ്പോൾ മറ്റേ ഭാഗം ഫില്ലാവും. അപ്പോൾ മുട്ടയുടെ ട്രേ ഒതുങ്ങിയപ്പോൾ ഞാൻ മുട്ട മൊത്തം എടുത്ത് ഇതിൽ വെച്ചിട്ട് ആ ബോക്സ് ഒഴിവാക്കി വെച്ചു. അപ്പോഴാണ് നമ്മളുടെ ലസ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു മിനിയാന്ന് കേട്ടോ, ക്രിംബറിയുടെ നല്ല ലസ്സിയായിരുന്നു. അപ്പോൾ അത് ഞാൻ അത് കള്ളിയിൽ വെച്ചു. പാല്, തൈര് ആ സെക്ഷനൊക്കെ ഒരുമിച്ച് ഞാൻ വെക്കാറുള്ളടത്തേക്ക് തന്നെ വെച്ചു. അപ്പോൾ അങ്ങനെ പറ്റാവുന്ന പോലെ 1-2 കള്ളികൾ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ആ പറ്റിയ സംഭവങ്ങൾ ഞാൻ അപ്പം ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എൻ്റെ മുട്ട ട്രേയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മുട്ട ട്രേയും ഗുഡ് ലൈഫും നോർമൽ പാലും ലസ്സിയും ഒക്കെ അവിടെ. അപ്പോൾ അങ്ങനെ ഇന്ന് ഇപ്പുറത്തത് ബ്രെഡിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും പിന്നെ പച്ചക്കറി ഇതൊക്കെ അതിൻ്റെ ഉള്ളിലായി. അപ്പോൾ സമയം 1 മണിയായി. അപ്പോഴേക്കും ഇവിടെ ഡിംപിളിൻ്റെ വക എല്ലാ സംഭവങ്ങളും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നാളേക്കുള്ളത് മറ്റേ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടേക്കുന്നതാണ്. പിന്നെ അതിലേക്ക്
ചോറ് വേവുമ്പോൾ ചോറും ഒരു പാത്രം ഒരു ഗ്ലാസ് മാറ്റി വയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഡിവൈൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പം തന്നെ ആ ചോറും മാറ്റി വയ്ക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം അടുക്കളയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഉച്ച നേരത്ത് 2 ഉച്ചനേരത്തേക്ക് വൈകുന്നേരത്തേക്ക് ഉള്ള കറിയും കൂടി ഒന്നിച്ച് വെക്കുക. ചപ്പാത്തിയാണോ ഈ ഉച്ചയിലത്തെ കറി എടുത്തിട്ട് ചപ്പാത്തിക്ക് എടുക്കുക. അല്ലാണ്ട് ഫുൾ ടൈം 3 നേരം കിച്ചണിൽ ഞാൻ തന്നെ ശീലിപ്പിച്ചതാണത്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാനായിട്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കുകയാണ്. കുട്ടികൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ഡാഡിക്ക് മോനൊക്കെ പറ്റില്ല, അവർക്ക് ചപ്പാത്തി വേണം, അത് വേണം, ഇത് വേണം, വറവ് വേണം, അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കാരണം കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാറും മറ്റേ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും ഉണക്ക മാങ്ങയുടെ ചമ്മന്തിയാണ്, കാന്താരി ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഇന്ന് ഉച്ചയിലത്തേക്കായിരുന്നത്. അപ്പോൾ ഞാൻ രാത്രിയിലേക്ക് ചമ്മന്തി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് മുട്ട പൊരിക്കേ പപ്പടം വറുക്കേ എന്താ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആക്കി കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ബണ്ണ് ഇന്നലത്തെ ബാക്കി. അപ്പോൾ അത് ഞാൻ ബ്രെഡിൻ്റെ സെക്ഷനിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ആ കള്ളി മാത്രമാണ് ഒതുങ്ങിയത്. അത് കഴിഞ്ഞത് നമ്മുടെ പാച്ചുട്ട എത്തി. അപ്പോൾ ഈ സമയത്ത് ഡിമ്പിളിന് കുറേ കൈകൊണ്ട് വാഷ് ചെയ്യേണ്ട കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, പാച്ചുട്ടൻ്റെയും ഡിമ്പിളിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യണ നേരത്താണ് നമ്മുടെ പാച്ചുട്ടൻ എത്തിയത്. പാച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ വർത്താനവും കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജ് ഒതുക്കിയപ്പോൾ ആ പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം, കാരണം ഇനിയും കുറേ ഉണ്ടാവും. ഫ്രിഡ്ജ് ഒതുക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഡിമ്പിളുടെ വക കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ ഊറ്റി വെച്ചു. കറികളാണ് ഡിമ്പിളുടെ വക. അപ്പോൾ ഇത് ഇന്നലെ ഡിവൈൻ അടിച്ചു വെച്ച മസാലയാണ്, അത് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വേഗം കുപ്പിയിലൊക്കെ ആക്കി അത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. മേശപ്പുറമൊക്കെ ഒന്ന് ഒതുക്കി കംപ്ലീറ്റ് ആക്കി ചോറ് 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഇത് രാത്രിയിലേക്ക്. അപ്പോൾ രാത്രിയിലേക്കുള്ള ചോറും സാമ്പാറും ഉപ്പേരിയും അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ പപ്പടവും കൂടി ആയിക്കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഒരു മുട്ട പൊരിക്കുക, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിളക് മുരിക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ, പക്ഷേ മുട്ട പൊരിക്കുക ചെയ്തത് കേട്ടോ രാത്രിയിൽ. അപ്പോൾ അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ കാലത്തൊരു ഫുഡ്, പിന്നെ ഉച്ചയ്ക്കൊന്ന് വേറെ, വൈകുന്നേരം വേറെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള സാധനം വരെ ഞാൻ ഒതുക്കി അവിടെ വെച്ചു. ഇനിയിപ്പോൾ ഉച്ച തിരിഞ്ഞൊരു ചായ വെക്കുക എന്നുള്ളൊരു പരിപാടിയുള്ളൂ. രാത്രി ഒരു മുട്ടയും പൊരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയിലത്തെ എല്ലാവരും ഡോണും വന്നിട്ടുണ്ടായിരുന്നു ഊണ് കഴിക്കാനായിട്ട്. അല്ല, ഡോണിന്ന് വന്നില്ല, വരുമെന്ന് പറഞ്ഞു, പക്ഷേ വന്നില്ല. അങ്ങനെ 2 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിന്ന് എക്സിബിഷന് പോകാനായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിയും ഉഴുന്നും. അപ്പോൾ അതിൻ്റെ ഒപ്പം ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചോറ് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചതാണ്. അപ്പോൾ എക്സിബിഷനൊന്ന് പോകാമെന്ന് വെച്ചു. കാരണം ഞാനും ഡാഡിയും പോയിട്ടുണ്ടായിരുന്നു, ഡിവൈനും ഡോണും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിൾ പോയിട്ടില്ല, അവൾക്ക് പോകാൻ തീരെ താല്പര്യമില്ല, വയ്യ, ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ പോയാൽ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം പാച്ചു ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ കണ്ടും കേട്ടും അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര നിർബന്ധിച്ചിട്ടാണ് ഡിമ്പിളിനെയും മോനെയും സമ്മതിപ്പിച്ച് ഞാൻ എക്സിബിഷന് പോകാമെന്ന് അവിടെ സമ്മതിപ്പിച്ചത് കേട്ടോ. അപ്പോൾ പോണതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് പോകാമെന്നുള്ള മട്ടിൽ, കാരണം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ വയ്യാണ്ടാവും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ഉച്ചയിലത്തെ ബാക്കിയുള്ള സാമ്പാർ ഉപ്പേരിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഡോൺ വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം എടുക്കണേക്ക് അതെടുത്താൽ കാര്യം കഴിഞ്ഞല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഓൺലൈനിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു കോംബോ ആണ്, ഒരു പാക്കാണ്. അതായത് നമ്മളുടെ എന്താ പറയുക, മിക്സറ്, പിന്നെ നമ്മളുടെ പിന്നെ നമ്മളുടെ സ്പാച്ചുലയും, പിന്നെ നമ്മുടെ ബ്രഷും, പിന്നെ ഈ സ്മാഷറും. അപ്പോൾ ഇത് ഒരു സെറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി ഡിമ്പിളിന് എപ്പോഴെങ്കിലുമൊക്കെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ആവശ്യം വന്ന ആ സമയത്ത് കിടന്ന് തപ്പണ്ടല്ലോ. അപ്പോൾ എനിക്ക് സ്വതവേ ഇഷ്ടമായി. എനിക്ക് ഡിമ്പിളിനും ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് ഒരു പ്രാന്താട്ടോ. വേറെ ഒന്നും ഡിമ്പിൾ കുഞ്ഞിലേ തൊട്ടങ്ങനെ വേറെ ഒന്നും വാങ്ങിക്കില്ല, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. കുട്ടികളൊക്കെ സ്ലൈഡ്, കമ്മൽ, ഇപ്പോൾ അതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള വേറൊരു ഇതാണ് കേട്ടോ. സാരി ബാഗെന്നും വേണമെങ്കിൽ പറയാം, ഒരു സ്റ്റോറേജാണത്. ഒരു നല്ല വലിയ പൊക്കമുള്ള നല്ല ഹൈറ്റിലുള്ള ഒരു ബാഗാണ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലാങ്കറ്റുകളോ അല്ലെങ്കിൽ പുതപ്പുകളോ എന്ത് വേണമെങ്കിലും, വേണ്ട നമ്മളുടെ സാരികൾ തന്നെ അടക്കി വെച്ച് അത് സിബിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഒരു സ്ക്വയറിൽ നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന
ശരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് പൊക്കം പറയാറിയില്ല, അത്യാവശ്യം ഉയരമുണ്ട് കേട്ടോ. അത്രയും സ്പേഷ്യസ് ആണ് സംഭവം. 2 എണ്ണമാണത്, ഒരു സെറ്റ് 2 എണ്ണമായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നത്തെ അടുത്ത സൈസ് ഞാൻ സാധനം വാങ്ങിച്ചത് ഞാൻ ഷർട്ടിൻ്റെ ഓർഗനൈസറാണ് കേട്ടോ. സംഭവം എൻ്റെ കയ്യിൽ 2 ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ഡാഡിക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഈ മറ്റേ സിബ് തുറന്നിട്ട് പാൻറ്റ് എടുക്കുക, ബനിയൻ എടുക്കുക, അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാകുമ്പോൾ ഡാഡിക്ക് കൃത്യമായിട്ട് നേരെ പോയി അതെടുത്ത് കാണാവുന്ന പോലെയാണല്ലോ, ഓപ്പൺ ആണല്ലോ ഇത്. അപ്പോൾ ഞാൻ അതും ഒരു സെറ്റ് വാങ്ങിച്ചു. ഇതിൽ 4 എണ്ണത്തിൻ്റെയാണ് ഉണ്ടായിരുന്നത്. ഒക്കെ ഭയങ്കര വില കുറവാട്ടോ. ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നു 63 രൂപ അങ്ങനെയാണ് ഒരെണ്ണത്തിനായത്. അങ്ങനെ അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് ഇതിൽ ലിങ്ക് ചോദിക്കും. അപ്പോൾ ഇത് ലിങ്കിൻ്റെ ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോപ്സിയാണ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഷോപ്സിൽ നിന്നാണ് അധികം വാങ്ങിക്കുക, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ, ഷർട്ട് ഓർഗനൈസർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ സംഭവം വരും. ഇതാണ്, അത് ബ്ലാക്കാണ്, ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ അത് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഡാഡിക്ക് പാൻറ്റും ഷർട്ടൊക്കെ വെച്ച് കൊടുത്താൽ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ 3 കൂട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഷർട്ട് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ പല കമ്പനിയുടെ ആവും, പല വിലയാവും. അപ്പോൾ നിങ്ങൾ വില ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണത്തെ എത്രയാവും എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. ചിലപ്പോൾ ഞാൻ ഈ 65 രൂപയ്ക്ക് വാങ്ങിച്ച സാധനവും നിങ്ങൾ ചിലപ്പോൾ 78 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കുക. ചിലപ്പോൾ ഞാൻ ഈ 60 ഇതിന് വാങ്ങിച്ചത് നിങ്ങൾക്ക് അതിനേക്കാളും കുറവിന് കിട്ടും. അപ്പോൾ അത് കൂട്ടിയും കുറച്ചൊക്കെ നോക്കി വാങ്ങിക്കുക. ഏതാണ് ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എക്സിബിഷന് വേണ്ടിയിട്ട് എക്സിബിഷന് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പാച്ചുവിന് എന്താണെന്നൊന്നും അറിയില്ല. തോമ പോയിട്ട് ശരിക്കും ആർമാദിച്ച് പോകുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കൊറിയർ ചെയ്യാണ്ടായിരുന്നു. കാരണം 1-2 സംഭവങ്ങൾ പ്ലേറ്റ് ചെയ്തിട്ട് വൈകിട്ട് വന്നപ്പോഴേക്കും പോസ്റ്റിൻ്റെ സമയം കഴിഞ്ഞു. അത്യാവശ്യമായിട്ട് കിട്ടേണ്ട 1-2 സംഭവമായിരുന്നു. അപ്പോൾ നമ്മളത് കൊറിയർ ഓഫീസിൽ പോയിട്ട് ഡാഡി കൊറിയർ ചെയ്തിട്ട് തിരിച്ചു വന്നു. ഞങ്ങളങ്ങനെ തൃശ്ശൂർ പൂരം എക്സിബിഷനിലേക്ക് കടന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വശത്തുനിന്ന് ഇനിയിപ്പോൾ ഇങ്ങനൊരു സംഭവം കാണിച്ചാൽ അത് ബോറടിയാവും. കാരണം എൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത്, നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് കുട്ടികളുടെ ഓരോ വളർച്ചയും കാണുക. നമ്മളങ്ങനെ ഓരോ വണ്ടിയിലും ഇപ്പോൾ ബൈക്കിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ ഇത്രയ്ക്കൊക്കെ ആയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ചില കുട്ടികൾ അവിടെ കരയും ഇതിന്മ കയറാനായിട്ട്. അപ്പോൾ അവരത്രയ്ക്ക് ആയിട്ടില്ല. അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ ചെറുപ്പം തൊട്ട് ഇവിടം വരെയുള്ള, ഞാൻ അവിടെ ഒരു വശത്ത് ഇരിക്കുകയായിരുന്നു. ഡാഡിയും മോളും കൂടിയിട്ടാണ് ഈ സെക്ഷനിലേക്ക് പോയത് പാച്ചുവിനെയും കൊണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഡിംപിളിനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ മക്കൾ വലുതായപ്പോൾ കണ്ട അതേ ഇതിലാണ് ഡിംപിള് പാച്ചു ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടി നോക്കി നിന്ന് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ ഞാനതിങ്ങനെ മാറിയിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലം വരെ എക്സിബിഷന് പോയിട്ട് പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് പേടിച്ചിട്ടാണ് തോന്നുന്നത് ഡിംപിളി കൊല്ലം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ആയാൽ പറ്റില്ല. അവനങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടിയുടെ സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ, അതിൻ്റെ മുകളിൽ കയറി സോഫ്റ്റ് പാർക്ക് ഉണ്ടല്ലോ, അതുപോലെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് മറ്റു കുട്ടികളുടെ കൂടെ നിന്ന് കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കളികൾ ഒപ്പിയെടുക്കുമ്പോൾ ഞാൻ ഡിംപിളിനെയാണ് നോക്കിയിരുന്നത്. കാരണം അവൾ എൻജോയ് ചെയ്യണതും അപ്പാപ്പൻ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതും ഒക്കെയാണ് ഞാൻ നിന്ന് നോക്കി കണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്, തോമുവിൻ്റെ പോലെ അല്ലല്ലോ നമ്മൾ പാച്ചുവിനെ ഓരോ സ്റ്റെപ്പും നമ്മൾ വീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൻ ഇവിടെ എത്തിയോട് കൂടിയിട്ട് ഭയങ്കര സന്തോഷമായി. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിനെക്കുറിച്ച് ഒന്നും അവന് വേണ്ട, അവന് ഇതൊക്കെ ഒന്ന് കണ്ടൊന്ന് എൻജോയ് ചെയ്താൽ മതി എന്നുള്ളൂ. അപ്പോൾ അത് എന്തായാലും നടന്നു. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. കുട്ടികൾക്ക് 2 ഡ്രോയിങ് ബുക്ക് വാങ്ങി. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ വാങ്ങിച്ചാണ് ഈ AVTയുടെ 3-in-1. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പണ്ടത്തെ ഒരു ഓർമ്മയ്ക്കാണ്. ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ സ്ഥിരം ഇതാണ് വാങ്ങിക്കുക. ഇതിൻ്റെ കോഫിയുണ്ട്, അത് ഇവിടെ നിന്നല്ല ഭീമാപ്പള്ളിയിൽ നിന്നാട്ടോ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ അതൊരു പാക്കറ്റ് മാത്രം എടുത്തു. ഇതിപ്പോൾ 2 പേർക്കും ഇവിടെ കുട്ടന്മാർക്ക് തോമുനും പാച്ചുനും ഓരോ കളറിങ് ബുക്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കെച്ച് കൊണ്ട് വരച്ചാലും എത്ര വരച്ചാലും ഒരു നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാഞ്ഞു പോകും. അപ്പോൾ എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പാച്ചുവിന് വാങ്ങിച്ചതാണ് കേട്ടോ കണ്ണട.
അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോഴാണ് നമ്മൾ പോരുമ്പോൾ എന്നിട്ട് മറ്റേ പോമിഗ്രനേറ്റ് മാതളത്തിൻ്റെ അലുവ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ ഡിംപിൾ അത്യാവശ്യം അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഉഴുന്ന് മറ്റേ ദോശമാവൊക്കെ ഡിവൈൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിനോട് കൂടിയിട്ട് ഡിവൈനും ഡിംപിളും കൂടിയിട്ട് നൊവേനയ്ക്ക് പോയി. ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അവർ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ നട കണ്ട് നിങ്ങളങ്ങോട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ നട കാണിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തോ എനിക്കതൊരു പൂർണ്ണത കിട്ടണില്ല, എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് സെറ്റായിക്കോളും എന്ന് വിചാരിക്കണം. മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കിടക്കാൻ പോണ നേരത്താണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞാൻ എടുക്കാറ്. ഇതിപ്പോൾ അതിന് വേണ്ടി എടുക്കുന്ന പോലെ ആകുമ്പോൾ എനിക്കതൊരു തൃപ്തിയില്ല. എന്നാലും ഞാൻ അങ്ങനെ ആ ഒരു പതിവ് മുടക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബൈ. അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ഞാൻ വരാം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലാണ്ട് ലേറ്റായിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എനിക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും എന്താ ആൻറ്റിക്ക് പറ്റിയ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ചിന്തയില്ല. അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.